നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024 ഏവർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ വേളയിലൊക്കെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് സ്വാഭാവികമായും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ സമുദായത്തെയും പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ തരത്തിലായിരിക്കും അവരുടെ നീക്കങ്ങൾ എല്ലാം തന്നെ. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് പരിശോധിക്കാൻ നമുക്ക്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് എ ജയശങ്കർ, രാഷ്ട്രീയ നിരൂപകൻ, കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി. ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണം എങ്ങനെ സംഭവിക്കുമെന്നാണ് കരുതുന്നത്? 2019 തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണം ഒരു പ്രധാന ഘടകമായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ട് UDF പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധം എന്ന രീതിയിലാണ് ഇവരിവിടെ വോട്ട് ചെയ്തത്. ഇവർ വോട്ട് ചെയ്തിട്ടും കേന്ദ്രത്തിൽ പറയത്തക്ക മാറ്റമൊന്നും ഉണ്ടായില്ല എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വികാരം വളരെ ശക്തമായിരുന്നു. പിന്നെ അന്ന് മറ്റേ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളുടെ ഇടയിലും വലിയ ഒരു ഇളക്കം ഉണ്ടായിരുന്നു. അത് UDF ഒരു പരിധിവരെയും അതിനപ്പുറം BJPയെ സഹായിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഇപ്പോൾ രണ്ട് ഘടകങ്ങളും, ഹിന്ദു വോട്ടാണെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണെങ്കിലും, അത് LDF ദോഷകരമായിട്ട് വന്നു. ഇത്തവണ ആ രീതിയിലൊരു ധ്രുവീകരണമില്ല. കാരണം ഇത്തവണയും BJP ആയിരിക്കും അധികാരത്തിൽ വരിക, നരേന്ദ്രമോദി തുടരും എന്നുള്ള കാര്യം ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ച മട്ടാണ്. അതുകൊണ്ട് ആ രീതിയിലൊരു ധ്രുവീകരണത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഈ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തും BJPയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു താല്പര്യപ്രകാരമായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തൃശ്ശൂർ, തിരുവനന്തപുരം ഒഴിച്ച് മറ്റ് മണ്ഡലങ്ങളിൽ ഇതിൻ്റെ ഒരു വലിയ ഗുണം കിട്ടുന്നത് UDF സാധാരണ രീതിയിൽ. മാത്രമല്ല മുസ്ലിം ലീഗ് ആ ഭാഗത്താണ്. SDPI UDF പിന്തുണ പ്രഖ്യാപിച്ചവരോ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്തുണ അവിടെ തന്നെ ഉണ്ട്. പിന്നെ വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമിയുടെ, അവരും UDF പിന്തുണ പ്രഖ്യാപിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ പൊതുവെ മുസ്ലിം വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം എല്ലാ മണ്ഡലത്തിലും അല്ല, പക്ഷേ മിക്കവാറും മണ്ഡലങ്ങളിലും UDF അനുകൂലമായിട്ട് ഉണ്ടാകും എന്നുള്ളത്. ക്രിസ്ത്യൻ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് കഴിഞ്ഞ തവണത്തെ അത്രയും ഒരു ആൻറ്റി മോഡി അല്ലെങ്കിൽ ആൻറ്റി BJP അല്ല ഇത്തവണ. ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഇപ്പോൾ ക്രിസ്തീയ വോട്ടുകൾ കൂട്ടത്തോടെ UDF എന്നുള്ളതായിരുന്നു ക്രിസ്തീയ വോട്ടുകൾ. പക്ഷേ ഇടക്കാലത്ത് സഭകളും വിശ്വാസികളും ഒക്കെ വലിയൊരു വിഭാഗം LDFനോടും പിന്നെ സർക്കാരിനോടും ഒക്കെ അടുക്കുകയൊക്കെ ചെയ്തു. അതിന് കാരണം എന്ന് വെച്ചാൽ തുടർഭരണം ഉണ്ടായിരുന്നു. ഏത് കാലത്തും ഈ ക്രിസ്ത്യൻ സഭകളൊക്കെ ഭരിക്കുന്ന സർക്കാരിനോട് യോജിച്ചു പോകാൻ താല്പര്യമുള്ളവരായിരിക്കും. മാത്രവുമല്ല, ഈ ശങ്കർ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷം UDF നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ്, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇവരുടെ പാർട്ടികളിൽ നിന്നും അകലുന്നു എന്നുള്ളതാണ്. അത് BJPയിലേക്ക് ചെറിയ തോതിൽ പോകുന്നുണ്ട്. ഒരു ഭാഗം ഇടതുമുന്നണിയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തുടർച്ചയായിട്ടാണ് ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടി, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം LDFയിലേക്ക് പോയത്. അത് തന്നെ മെത്രാന്മാരുടെ ആശീർവാദത്തോട്ടാണ് പോയത്, അല്ലാണ്ട് ജോസ് കെ മാണി തൻ്റെ ഇഷ്ടപ്രകാരം പോയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടെങ്കിലും ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് കൂടുതൽ പ്രധാനം. അതിൻ്റെ ഒരു കാരണം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെയാണ് കൊളംബോയിൽ പള്ളികളിൽ സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം പണ്ടത്തെ അത്ര ഊഷ്മളമല്ല. ക്രിസ്ത്യാനികൾക്കിടയിൽ വ്യാപകമായ തോതിൽ മുസ്ലിം വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നുണ്ട്. അത് ഒരുപക്ഷെ ഹിന്ദുക്കളുടെ ഇടയിലുള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കേരളത്തിൽ കുറയുന്നു. അതനുസരിച്ച് അവരുടെ രാഷ്ട്രീയമായ ശക്തി കുറയും. കെ മാണിക്ക് ശേഷം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് എടുത്തു പറയാവുന്ന, തൊട്ട് കാണിക്കാവുന്ന ഒരു പ്രബലനായ നേതാവില്ല. ഒരു പാർട്ടിയിലും ഇല്ല. കേരള കോൺഗ്രസിലും ഇല്ല, ഒന്നിലുമില്ല. പിന്നെ അവരുടെ വിലപേശൽ ശക്തി കുറയും. പണ്ടത്തെ പോലെ മെത്രാന്മാരൊന്നും പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല. ക്രിസ്ത്യൻ യുവാക്കളിൽ വലിയൊരു വിഭാഗം വിദേശത്തേക്ക് കുടിയേറിപ്പോകുന്നു. ഇതൊക്കെ അവരുടെ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഇതൊക്കെ അവരെ BJPയിലേക്ക് അടുപ്പിക്കുന്നു. അല്ല, ഇതൊക്കെ അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിനെക്കുറിച്ച് അവർക്ക് തന്നെ ഇടയിൽ ഒരു വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അത് ആന്തരികമായിട്ടുള്ള പ്രശ്നമാണ്. ബാഹ്യമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ അംഗബലം വർദ്ധിക്കുന്നു. ഇലക്ടറേറ്റിൽ അവർ ശക്തി പ്രാപിക്കും. കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കുറയുന്ന സീറ്റുകൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വർദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വേവലാതികളുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുട്ടി ആണ് UDF എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന തോന്നൽ അവർക്കുണ്ടാവും.
കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറെയും KPC പ്രസിഡൻറ്റിനെയൊക്കെ പാണക്കാട്ട് നിന്നാണ് തീരുമാനിക്കുന്നത് എന്ന രീതിയിലുള്ളൊരു വികാരം അവിടെ ശക്തി പ്രാപിക്കും. പിന്നെ ഈ 80-20 അനുപാതത്തിലുള്ള സ്കോളർഷിപ്പുകൾ, അല്ലെങ്കിൽ ലവ് ജിഹാദിനെ സംബന്ധിച്ച് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചൊക്കെ ഇവരുടെ ഇടയിലുള്ള ആശങ്കകൾ, അപ്പോൾ ഇതെല്ലാം അവിടെ ശക്തമായിട്ട് നിലനിൽക്കുന്നു. അങ്ങനെ ഇവരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല എന്നൊരു തോന്നൽ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അത് സ്വയമേവ ഉണ്ടായി വന്നതല്ല, ഒരു വലിയ പരിധി വരെ ചില വൈദികന്മാരും ചില മെത്രാന്മാരും കൂടി ചേർന്നിട്ട് അത് നല്ലപോലെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. ആളിക്കത്തിക്കല്ല, അത് വളരെ കുറേശ്ശെയായിട്ട് ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും അന്തരീക്ഷം ഇവരുടെ ഇടയിലുണ്ട്. അതാണ് സത്യത്തിൽ UDF നിന്ന് ഇവർ അകന്നു പോകാൻ കാരണം. കാരണം UDF എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ട് അവർ വിചാരിക്കുന്നു. അത് വലിയൊരു സത്യവുമാണ്. അതൊരു വലിയ സത്യമാണ്. സത്യമാണ്. കാരണം UDF എന്ന് പറയുമ്പോൾ KM മാണി മരിച്ചതിന് ശേഷം കേരള കോൺഗ്രസ് വളരെ നിർജ്ജീവാവസ്ഥയിലാണ്. ആ പാർട്ടി തന്നെ LDFിലേക്ക് പോയി. അതുകൂടാതെ കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിലും ഒരു എണ്ണി പറയാവുന്ന ഒരു ക്രിസ്ത്യൻ നേതാവില്ല. കോൺഗ്രസ്സിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ മുസ്ലിം ലീഗുകാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല എന്നൊരു തോന്നൽ അവരുടെ ഇടയിൽ. ഇതേ സമയത്ത് തന്നെ BJP ഇവരെ അടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് യോജിക്കേണ്ടത് മതമേലധ്യക്ഷന്മാരുടെ ഒരു ആവശ്യമാണ്. പല കാര്യങ്ങളും വിദേശത്തു നിന്ന് ഫണ്ട് വരുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ കോൺഗ്രസിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുക. അതാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കണ്ടത്. മധ്യ കേരളത്തിലുണ്ടായ റിസൾട്ട് അങ്ങനെയാണ്. പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, അതുപോലെ തൃശ്ശൂർ ജില്ല, ഈ 5 ജില്ലകളിൽ UDFന് വലിയ തിരിച്ചടി ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ വോട്ട് പോയി. ക്രിസ്ത്യാനിയുടെ വോട്ടിൽ പിന്നെ എന്ത് UDF, എന്ത് കോൺഗ്രസ്, പിന്നെ കോൺഗ്രസ്സില്ല. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു അതിൻ്റെ തുടർച്ച ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ഉണ്ടാവും എന്നുള്ളത്. ലവ് ജിഹാദ് ഒരു ചർച്ചയല്ലാതെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് ഒരു കാര്യവുമില്ലാതെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കേരള സ്റ്റോറി എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി കഴിഞ്ഞ കൊല്ലം ഇതുപോലെ സമയത്ത് May 5 പോയിട്ട് റിലീസായതാണ്. അന്ന് കേരളത്തിൽ പറയത്തക്ക ചലനമൊന്നും സൃഷ്ടിച്ചില്ല. BJPക്കാരല്ലാതെ ആരും അതിനൊരു പ്രചാരവും കൊടുത്തില്ല. കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും വല്ലാതെ കളക്ട് ചെയ്തു. വലിയൊരു വിഭാഗം ജനം ഇപ്പോഴും അത് കണ്ടിട്ടില്ല. പക്ഷേ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടെന്നും അത് നമ്മളെപ്പോലുള്ളവരുടെ കഥയാണ് അതിൽ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ സാധാരണക്കാരായ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ഉണ്ടായി. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് എന്ത് മാറ്റം ഉണ്ടാക്കും എന്നുള്ളത് ഒരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി സാമുദായികമായിട്ടും നമ്മുടെ നാട്ടിൽ അത് എന്ത് പ്രത്യാഘാതം സൃഷ്ടിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പള്ളിയിലച്ചന്മാരാണത്, അല്ലെങ്കിൽ ചില സഭാധ്യക്ഷന്മാരാണ് അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ ഈ സഭാധ്യക്ഷന്മാരും പള്ളിയിലച്ചന്മാരും പറയുന്നത് പോലെ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു. അത് ഇപ്പോഴുണ്ടോ? അവർ അങ്ങനെയുള്ള വിഭാഗം ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വികാരമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അച്ഛന്മാർ പറഞ്ഞു എന്നുള്ളത് സിനിമയെ പ്രൊമോട്ട് ചെയ്ത് വേറെ കാര്യം. ആ സിനിമയിൽ വളരെ കാര്യമായ കാര്യങ്ങളാണ് പറയുന്നതെന്നും ക്രിസ്ത്യൻ ന്യൂനപക്ഷം അടക്കമുള്ളവരുടെ ഒരു നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന തോന്നൽ സമുദായ അംഗങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത് സാധിച്ചു. പ്രത്യേകിച്ച് ഇത് കാണാത്തവരെ കൂടുതൽ, കണ്ടവർ കുഴപ്പമില്ല, കണ്ടവർക്ക് അറിയത്തേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തോ കാര്യപ്പെട്ട കാര്യമുണ്ട് എന്നവർക്ക് തോന്നും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ. പിന്നെ ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ മുസ്ലിം സംഘടനകൾ പുലർത്തുന്ന താല്പര്യം, അവരുടേതായ പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇതൊക്കെ മറുഭാഗത്തുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു ഉള്ളുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ്. മാത്രമല്ല ഹമാസ് അങ്ങോട്ട് ആക്രമണം നടത്തുകയുള്ളൂ ചെയ്തത്, പിന്നെയുള്ളൂ ഇസ്രായേൽ തിരിച്ചടിച്ചത്. അപ്പോൾ ഈ ഹമാസിൻ്റെ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കും, അതിനെ പിന്തുണയ്ക്കും, അതിനെ ന്യായീകരിക്കുകയൊക്കെ ഒരു വിഭാഗം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്തുള്ള ആളുകളുടെ ഉണ്ടാകുന്ന ഒരു വികാരം എന്തായിരിക്കും? ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ദേശീയമായിട്ടും ദേശാന്തരികമായിട്ടും പ്രാദേശികമായിട്ടും പശ്ചിമേഷ്യ ഉൾപ്പെടെയുള്ള ആഗോള വിഷയങ്ങൾ അതിനെ തെറ്റായ തരത്തിലൊക്കെ വ്യാഖ്യാനിച്ച് സ്വാധീനിക്കാൻ ഈ മുസ്ലിം സമുദായത്തിനിടയിൽ താരതമ്യേന എളുപ്പമാണ്. കാരണം ഇപ്പം ഈ കാലത്തൊക്കെ വിദ്യാസമ്പന്നരായ ധാരാളം പേര് മുസ്ലിം സമുദായങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ മുതിർന്ന ഒരു തലമുറ ഇപ്പോഴും ഈ ആഗോള രാഷ്ട്രീയ സാഹചര്യമൊക്കെ വിലയിരുത്താതിരിക്കുന്നതുണ്ട്. അവരെ പല തരത്തിലാണ് നമ്മുടെ ഈ മുന്നണികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇത് മാത്രമല്ല, ഇപ്പം പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും ഇനി വരാനിരിക്കുന്ന ഏക സിവിൽ കോഡാണെങ്കിലും ഒക്കെ ഈ അപ്പോൾ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആശങ്കകൾ കുറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ ആശങ്ക മുസ്ലിങ്ങളെ കുറിച്ചാണ്. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ആശങ്ക എന്ന് വെച്ചാൽ ദേശീയ പൗരത്വ മറ്റേ പട്ടിക രജിസ്റ്റർ ഉണ്ടാക്കും, അതുപോലെ പൗരത്വ നിയമ ഭേദഗതി, അതുപോലെ
ഈ ഏക സിവിൽ കോഡ്, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അവരെ ബാധിക്കുന്നതായിട്ട് അവർ വിചാരിക്കുന്നു. പിന്നെ അയോധ്യയിൽ പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവരെ ബാധിക്കുന്നത്. പിന്നെ പാലസ്തീൻ പ്രശ്നം അടക്കം. ഈ ന്യൂനപക്ഷത്തിന്റെ അരക്ഷിതമായ ഒരു ബോധം അല്ലെങ്കിൽ അതെ. അത് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം, അതെ. അതിനെ എങ്ങനെ മറികടക്കാൻ അത് മറികടക്കേണ്ടത് ആവശ്യമാണല്ലോ. അതെ. ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി ബി ജെ പിക്ക് നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ശക്തമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരു കൂടി ഒരുമിച്ച് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു നീക്കം അനിവാര്യമാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത്. അപ്പോൾ ഇതിന്റെ ഒരു ഭാവി ഏത് തലത്തിലേക്ക് പോകുമെന്നാണ് അങ്ങ് അല്ല, കരുതുന്നത്? ഇത് അഖിലേന്ത്യാ തലത്തിൽ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. കാരണം വെച്ചാൽ ലോകത്ത് തന്നെ ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, ഒരുപക്ഷെ പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം മുസ്ലിങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. ഈ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാത്തിലും കൂടിയുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ എനിക്കൊണ്ട് യു പിയിൽ മാത്രമുണ്ട്. അത്രയും വലിയ ഒരു മുസ്ലിം മൈനോറിറ്റി ഉള്ള ഒരു രാജ്യമാണ്. മൈനോറിറ്റി അല്ല, ശരിക്കും രണ്ടാമത്തെ ഭൂരിപക്ഷമാണ്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ സിഖ് സമുദായം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായമൊക്കെയാണ് മൈനോറിറ്റി. മുസ്ലിങ്ങൾ അങ്ങനെ ചെറിയൊരു മൈനോറിറ്റി അല്ല, വലിയൊരു സംഖ്യയുണ്ട്. അപ്പോൾ അത്ര വലിയൊരു വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ബി ജെ പി പയറ്റുന്നത്. വാജ്പേയിയുടെ കാലത്തുള്ള ബി ജെ പി അല്ല ഇപ്പോഴത്തെ ബി ജെ പി. വാജ്പേയിയുടെ കാലത്ത് ഇവരെ പരമാവധി കൂട്ടിയോജിപ്പിച്ച് എന്തെങ്കിലും ചെറിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ മുസ്ലിങ്ങളെ പൂർണ്ണമായിട്ടും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരെ പരമാവധി അന്യവൽക്കരിച്ചുകൊണ്ട് ആ ഒരു ദേശീയ വികാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നേരത്തെ ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ വന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അത് വരുന്നവരെ രാജ്യത്ത് ഹിന്ദു അഹിന്ദു എന്ന രീതിയിലുള്ള ഒരു ഡിവൈഡാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതെ. ഇത് വന്നതോടെ എന്ത് സംഭവിച്ചു വെച്ചാൽ മുസ്ലിം അമുസ്ലിം എന്ന രീതിയിൽ ഡിവിഷൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാനും കൂടി മോഡിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ബി ജെ പി ഒറ്റ മുസ്ലിമിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കാത്തത്. ഇപ്പം മലപ്പുറത്ത് ഒരു അബ്ദുൾ സലാം മത്സരിക്കുന്നതെന്നുള്ള ഒഴിച്ചാൽ രാജ്യത്ത് ഈ 543 സീറ്റുകളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നോക്കുക, എത്ര മുസ്ലിങ്ങളുണ്ട്? വളരെ കുറവായിരിക്കും, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അത് പല സംസ്ഥാനങ്ങളിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ മതി. ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് നിന്ന് ഒറ്റ മുസ്ലിം പോലും എം എൽ എ ആയിട്ട് ജയിച്ചിട്ടില്ല. മധ്യപ്രദേശ് സാമാന്യം വലിയ മുസ്ലിം ജനസംഖ്യകളുണ്ട്, 2 പേരെ ജയിച്ചു. രാജസ്ഥാനിൽ 5-6 പേര് ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ രീതിയിലാണ് ബി ജെ പി ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ മാർജിനലൈസ് ചെയ്യപ്പെടുക. അപ്പോൾ പക്ഷേ സത്യത്തിൽ ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങളൊന്നും ഈ മുസ്ലിം ജനസാമാന്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളെ ശരിക്കും ബാധിക്കുന്ന കാതലായ വിഷയങ്ങളൊന്നും ഒരിക്കലും പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നില്ല, മുസ്ലിം സമുദായത്തിൽ പോലും ചർച്ചയാവുന്നില്ല. അവർ വൈകാരികമായ വിഷയങ്ങളിലാണ് അമിതമായിട്ട് പ്രതികരിക്കുകയും അതിനെക്കുറിച്ചൊക്കെയാണ് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലസ്തീനിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് നമ്മുടെ കരുവാരക്കുണ്ടിൽ കാളികാവിലുള്ള മുസ്ലിങ്ങൾക്ക് ആശങ്ക. അവനവൻ്റെ കുടുംബത്തിനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു കൺസേണും ഇല്ല. ജയശങ്കർ, ഒരു സംശയം. ഇപ്പോൾ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉന്നമിട്ടാണ് മോദി കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആവർത്തിച്ച് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരികയും മഹാറാലികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ മേഖലയിൽ വലിയൊരു മുന്നേറ്റം ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ കാര്യം നോക്കിയാൽ എപ്പോഴും നമ്മുടെ മുഴുവൻ മണ്ഡലങ്ങളിലും ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ വലിയ നിർണായകമായ സ്വാധീനം ഈ ന്യൂനപക്ഷങ്ങളുടെ ഉണ്ട്. അതെങ്ങോട്ടാണ്, എത്രത്തോളം ശതമാനമാണ് തിരിയുക എന്നുള്ളത് അറിയില്ല. ഇത്തവണയും പിന്നെ മുസ്ലിങ്ങളെ വിശ്വാസത്തിൽ എടുക്കാനുള്ള മനഃപൂർവ്വമായ ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയില്ല. ഇല്ല. പിന്നെ എങ്ങനെയാണ് ബി ജെ പി കേരളത്തിൽ ക്രമാനുഗതമായി വളർന്നു വരികയും വലിയ വളർച്ചയും വിജയങ്ങളും അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്? അല്ല, ബി ജെ പിയുടെ കേരളത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തെ കൂടി ഇവരുടെ ഭാഗത്ത് ഉറപ്പിച്ചു നിർത്തുക, ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാക്കുക. പക്ഷെ അത് കൃത്യമായിട്ട് അപ്പോൾ കേരളീയ സമൂഹം രണ്ടായിട്ട് വിഭജിക്കപ്പെടണം. മുസ്ലിം വിഭാഗം എന്ന് പറയുന്ന ഒന്ന്, ഹിന്ദു ക്രിസ്ത്യൻ മറുഭാഗത്ത്. അത് വിദൂരഭാവിയിൽ വലിയ വിനാശകരമായ ഫലം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക. കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം. കോൺഗ്രസ് ഇല്ലാണ്ട് കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് ഇപ്പോൾ തന്നെ കേരളത്തിലെ ഹിന്ദു സമുദായത്തിൽ ഒരു നല്ല ഭാഗം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരാണ്. ക്രിസ്ത്യാനികൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരാണ്, പ്രത്യേകിച്ച് തിരുവിതാംകൂർ മേഖലയിൽ. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് ബി ജെ പി കടന്നു വരിക എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പം ബി ജെ പി ആയിട്ട് ചോദിക്കുന്നത്, സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും. അപ്പോൾ അതിന് നല്ല സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ SNDP NSS നേതൃത്വങ്ങൾ, അതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സഭാ നേതൃത്വങ്ങൾ പോലെ തന്നെയാണോ? മുമ്പ് അവർ പറഞ്ഞതനുസരിച്ച് വോട്ട് ചെയ്യുകയും ഇപ്പോൾ പ്രത്യേകിച്ച് NSS ആണെങ്കിൽ അതുപോലെ തന്നെ അവർക്കനുസരിച്ച് നേതൃത്വത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു അല്ല. NSSനെ സംബന്ധിച്ചുള്ള ഒരു LDF വിരുദ്ധ നിലപാടാണ് ആദ്യം മുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.
SNDP ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നിഷ്പക്ഷ നിലപാടെടുക്കുക അല്ലെങ്കിൽ UDF പിന്തുണയ്ക്കുകയോ ചെയ്താലും സമുദായത്തിലെ ബഹുഭൂരിപക്ഷ ആളുകൾ അവർ ഇടതുപക്ഷ പാർട്ടികളെ പ്രത്യേകിച്ച് CPM പിന്തുണയ്ക്കുന്നവരാണ്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഈഴവ സമുദായത്തിലെ ക്രീമി ലെയറിൽപ്പെട്ട അല്ല സാമാന്യം ജീവിക്കാൻ ചുറ്റുപാടുള്ള ഒരു വിഭാഗമുണ്ട്. അവർ ഏത് കാലത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. ആ വിഭാഗം നമ്മളെ വെള്ളാപ്പള്ളി നടേശൻ്റെ പക്ഷേ ഈഴവ ബ്രാഹ്മണർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ള ഈ BDJS വന്നതിന് ശേഷം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈ വെണ്ണപ്പാളി വിഭാഗത്തിൽപ്പെട്ട ഈഴവ സമുദായ അംഗങ്ങൾ, സാമാന്യമായിട്ട് ജീവിക്കാൻ ചുറ്റുപാടുള്ള ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗങ്ങൾ ഭരിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഈഴവ സമുദായത്തിലൊരു ബൂർഷ്വാസി എന്ന് നമ്മൾ പറയാവുന്ന വിഭാഗം, അവരിപ്പോൾ BJPയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതൊരു വലിയ മാറ്റമാണ്. നമ്മൾ ഈ നേരത്തെ ക്രിസ്ത്യൻ സമുദായം മാറിയെന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സമുദായമാണ് ഈഴവ സമുദായം. ഏറ്റവും വലിയ ഉണ്ടായ ഇപ്പം നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ആയിരുന്നെങ്കിൽ ഇതിനകത്ത് ഈ പറഞ്ഞ വെണ്ണപ്പാളി വിഭാഗം BJP അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് വലിയൊരു ഡിവിഷൻ വന്നു. അതെ UDFിലൊരു വിഭാഗം, BJPയിലെ വേറൊരു വിഭാഗം എന്ന് പറയുന്നത്. അതേസമയം അത് മാത്രമല്ല, ഈ കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ ലീഡർഷിപ്പ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഈഴവ തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ കുറച്ചുള്ളൂ. പണ്ടത്തെ പോലെയുള്ള പ്രാതിനിധ്യം ഇല്ല. ഇപ്പോൾ ആകെ ഒരു MLA ആയിട്ട് എനിക്കൂടെ K. ബാബു മാത്രമേ ഉള്ളൂ കോൺഗ്രസിൽ. UDFിൽ മൊത്തം UDF എടുത്ത് നോക്കിയാൽ ബാബു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ മാറ്റമുണ്ട്. ഓക്കെ, അത് പക്ഷേ നമ്മളിപ്പോൾ UDFിൻ്റെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥികൾ നോക്കിയാലും അടൂർ പ്രകാശും K. സുധാകരനും മാത്രമേ ഉള്ളൂ. 20-ൽ 2 പേരാണ് ആകെ മത്സരിക്കുന്നത്. ജനസംഖ്യാനുപാതികമായിട്ടാണെങ്കിൽ എത്ര ഒരുപാടുന്നാലും. അപ്പോൾ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് UDFിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അതായത് മുസ്ലിങ്ങളുടെ സംരക്ഷകർ എന്നവകാശപ്പെടുന്ന പാർട്ടി, പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ എത്ര മുസ്ലിങ്ങൾ മത്സരിക്കുന്നു എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അല്ല, കോൺഗ്രസ് ടിക്കറ്റിൽ ഷാഫി പറമ്പിൽ മാത്രമേ ഉള്ളൂ. അത് തന്നെ ഷാഫിയെ നിർത്താൻ വേണ്ടിയിട്ടുള്ള മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് വിട്ടത്. അങ്ങനെയുള്ള പ്രതാപന് സീറ്റിലുണ്ടായിപ്പോയത്. മുസ്ലിം സമുദായത്തിന് പക്ഷേ ഒരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം പൂർണ്ണമായിട്ടും ലീഗിൽ ആണ് എന്ന ഒരു ഇമ്പ്രഷൻ ലീഗും കൊടുത്തിട്ടുണ്ട്, മറ്റു പാർട്ടികളും കൊടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ലീഗ് മാത്രമേ ഉള്ളൂ എന്ന ഒരു തോന്നൽ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കോൺഗ്രസിലും ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്, CPIയിലും ഉണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. ബാക്കി എല്ലാ പാർട്ടികളും വെറുതെ ഈ ഐസ്ക്രീമും ചെറുക്കി വെക്കണ പോലെ ഒരു മുസ്ലിമിനെ എടുത്ത് മീത വയ്ക്കും. അത്രേ ഉള്ളൂ. CPMൽ എത്ര മുസ്ലിങ്ങളുണ്ട്? പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട്? പോളിറ്റ് ബ്യൂറോയിൽ എത്ര പേരുണ്ട്? ഉത്തരം വളരെ വ്യക്തമല്ലേ. CPM സംസ്ഥാന കമ്മിറ്റി പൂർണ്ണമായിട്ട് എടുക്കുക, എത്ര മുസ്ലിങ്ങൾ അതിൻ്റെ അകത്തിട്ട് 6-7 പേരുണ്ടാവും ഏറ്റവും കൂടി, അത്രേ ഉള്ളൂ. അതങ്ങനെ വളരെ പ്രാതിനിധ്യം കുറവാണ്. മുസ്ലിം പ്രാതിനിധ്യം കേരള മന്ത്രിസഭയിൽ നോക്കുക എത്ര പേരുണ്ട്? മുഹമ്മദ് റിയാസ് ഉണ്ട്, അത് പിന്നെ മറ്റേ പുള്ളിയുടെ കെയർ ഓഫിൽ വന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ആരും തന്നെ ഇല്ല. അബ്ദുറഹ്മാനുണ്ട് ഇല്ലേ, പിന്നെ നേരത്തെ അഹമ്മദ് ദേവർകോവിൽ പോയി. അപ്പോൾ അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം. ഇടതുപക്ഷത്ത് പ്രത്യേകിച്ചും കുറവാണ്, കോൺഗ്രസിലും കുറവാണ്. അവരുടെ പ്രാതിനിധ്യം പൂർണ്ണമായിട്ടും ലീഗിൽ മാത്രമായി. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തെ മണ്ഡല വ്യത്യാസമില്ലാതെ സ്വാധീനിക്കുന്ന ഒരു പൊതു ഘടകം എന്ന് പറയുന്നത് എന്ത് വിഷയമാണ്? BJP വിരോധം. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ പിന്നെ മുസ്ലിമിന് ഈ രാജ്യത്ത് രക്ഷയില്ല. നമ്മുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരു വിഷയ ഏകീകരണവും അതിനൊപ്പം തന്നെ സാമുദായിക ഏകീകരണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിൽ തന്നെ MV ഗോവിന്ദൻ്റെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത BJPക്കെതിരെയുള്ള വലിയ തോതിലുള്ള ഒരു ഏകീകരണം. LDFിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുമെന്നല്ല. LDFിന് അനുകൂലമായ തരംഗം ഉണ്ടാവില്ല. മുസ്ലിങ്ങളെ ഏകീകരിച്ചെന്ന് വെച്ചാൽ അത് LDFിന് വോട്ട് ചെയ്യണമെന്ന് വല്ലതും പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല. മുസ്ലിങ്ങളെ ഏകീകരിച്ചാൽ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ LDFിന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ UDFിന് വോട്ട് ചെയ്യും. അവരുടെ വോട്ട് സ്വാഭാവികത UDFിൻ്റെ ഭാഗത്തേക്ക് പോകാനാണ് സാധ്യത എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ മുസ്ലിം നമ്മുടെ ഈ സാമുദായിക ധ്രുവീകരണം സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗ് ചർച്ചാ വിഷയമായി. പക്ഷേ ഒന്ന് നോക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം നമ്മുടെ കേരള മുസ്ലിങ്ങളുടെ സാംസ്കാരികവും ബൗദ്ധികവുമായ ഉയർച്ചയ്ക്ക് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. വഴിതെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ ചുരുങ്ങി ഏറ്റവും അടിസ്ഥാനപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വഴിതെറ്റിപ്പോകാതെ നേരെ ചൊവ്വേ മുന്നോട്ട് നയിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരു ക്ഷുദ്രജീവികളല്ല അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊപ്പം തന്നെ ചില സംഘടനകളുണ്ട്, അവരൊക്കെ ഇപ്പോൾ UDFിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ LDFിനൊപ്പം വരുന്നുണ്ട്, LDF അവർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമീപകാലത്ത് കാണുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ലീഗിൻ്റെ അത്തരത്തിലുള്ള ശേഷിയെ അല്ലെങ്കിൽ നിഷ്പക്ഷ
ഉന്നത ബൗദ്ധിക നിലവാരം പുലർത്തുന്ന ആ ശേഷിയെ തകിടം മറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവുമോ? അല്ല, അത് വളരെ ശരിയാണ്. അതിന് രണ്ട് പ്രശ്നമുണ്ട്. ലീഗിൻ്റെ ഭാഗത്തുള്ള പരാധീനതയുണ്ട്, പിന്നെ മറ്റു പാർട്ടികളുടെ ഭാഗത്തുള്ള നിലപാടിലുള്ള വ്യത്യാസമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സംബന്ധിച്ചുള്ള ഒരു വലിയ മേന്മയുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ മുസ്ലിം സമുദായം വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ ഉള്ള പോലെ പിന്തള്ളപ്പെട്ടു പോകാതെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും അതിലുപരി രാഷ്ട്രീയമായ വിലപേശൽ ശക്തി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിക്കൊടുത്ത് യു-പിയിലും ബീഹാറിലും ഇല്ലാതെ വന്നതിൻ്റെ എന്നുള്ള വ്യത്യാസം ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അത് എല്ലാ തരത്തിലും മുസ്ലിങ്ങളുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് അത് കാരണമായിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഒന്ന്, ഇനി ഒരു മിതവാദ സമീപനം പുലർത്തുന്ന സാമുദായിക പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന, ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുകയും അത് സമുദായത്തിന് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യും. ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെ ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ലീഗ്. എന്ന് പറയുമ്പോൾ തന്നെ ലീഗിനെ ദുർബലമാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ശക്തികൾ മുസ്ലിം സമുദായത്തിനകത്തോട്ട് പുറത്തോട്ട്. അകത്തുള്ള ശക്തികളാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മതമൗലികവാദികൾ, PDP, SDPI പോലെയൊക്കെയുള്ള തീവ്രവാദത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾ. അപ്പോൾ അവരുടെയൊക്കെ താല്പര്യം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ ദുർബലമാക്കിയിട്ട് ആ സ്പേസിലേക്ക് കടന്നു കയറണം എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലീഗിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. അതായത് 5 കൊല്ലം അധികാരമില്ലാതെ പുറത്ത് നിൽക്കാം, അത് അണ്ടർസ്റ്റാൻഡബിളാണ്, സ്വാഭാവികമാണ്. 10 കൊല്ലം നിൽക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. ശരിയാണ്. അപ്പോൾ കേരളത്തിലെ CPM തുടർ ഭരണം ഉണ്ടായപ്പോൾ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്ന ഒരു പാർട്ടി ലീഗാണ്. ലീഗ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും, 10 പൈസയുടെ പ്രയോജനം ഉണ്ടാവും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളിലൊക്കെ CPMലേക്ക് പോയി. പിന്നെ പോപ്പുലർ ഫ്രണ്ട് നിർവഹിച്ചപ്പോൾ അതുവരെ ഈ ബോംബുമായിട്ട് നടത്തിയിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ അവരും CPMകാരായി. കാരണം ഭരണത്തിൻ്റെ ഒരു കവർ ഇവർക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ലീഗ് കുറച്ച് ക്ഷീണാവസ്ഥയിലാണ്, ദുർബലാവസ്ഥയിലാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ മാസ് ബേസിന് പറയത്തക്ക എറോഷനൊന്നും ഉണ്ടായിട്ടില്ല, അതിന് വലിയ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ലീഗ് കുറച്ചൊരു പരീക്ഷണം നേരിടുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ലീഗിന് അത്ര ശക്തമായ ലീഡർഷിപ്പില്ല. ഇപ്പോൾ നേരത്തെ CH മുഹമ്മദ് കോയെ പോലെ ശക്തനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പോലും പഴയ പോലെ ശക്തമല്ല എന്നുള്ളതാണ് ഒരു ദൗർബല്യം. അതെ, തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിലെ സാമുദായിക ധ്രുവീകരണം കൂടുതൽ വ്യത്യസ്തമായ ഒരു പാത സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിന് വേഗതയും കൈവരിച്ചിരിക്കുകയാണ്, വ്യത്യസ്തതയും. കാത്തിരുന്ന് കാണേണ്ടതാണ് ഇതിൻ്റെ പരിണിത ഫലം എന്താകുമെന്ന്. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് A. ജയശങ്കർ, കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി, ഇരുവർക്കും നന്ദി, നമസ്കാരം.